ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ അച്ചാറാണ് തയ്യാറാക്കുന്നത്. നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇഞ്ചിയൊക്കെ ഒരു ചോപ്പറിലോട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചോപ്പ് ചെയ്യാം. നമ്മൾ കൈ കൊണ്ട് അരിഞ്ഞെടുക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ ഇതേപോലെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് അരിയുന്നതിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇഞ്ചി ഇത്തിരി കൂടുതൽ വേണം കേട്ടോ. ഞാനിവിടെ ചൂര മീനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി കട്ട് ചെയ്ത് നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത്തിരി സമയമെടുത്താണ് മീൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത്. നമുക്ക് മീൻ കഷ്ണങ്ങളിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കാശ്മീരി ചില്ലി നമുക്ക് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മീനിന് എത്ര മസാല വേണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി തന്നെ കൈ കൊണ്ടൊന്ന് നന്നായി നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. നമ്മുടെ മീൻ കഷ്ണങ്ങളിലൊക്കെ ഞാൻ അരപ്പൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒത്തിരി കളർ കുറഞ്ഞപ്പോൾ ഞാനൊരു ശകലവും കൂടി മുളക് പൊടി ഇട്ടൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വറുത്തെടുക്കാനുള്ള എണ്ണ തീർന്നു പോയി. ഞാനതൊന്ന് കട്ട് ചെയ്ത് എണ്ണ കുപ്പിയിലോട്ട് നമുക്കൊന്ന് ഒഴിച്ച് വയ്ക്കാം. ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് തുടച്ചെടുക്കാമേ ഫ്രൈ പാൻ. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഞാനൊന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി അധികം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വറുത്ത് കോരുന്നതിന് വേണ്ടിയാണേ. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ചിടണ്ട. ആദ്യം ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇഞ്ചി ഒന്ന് മുപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലൊരു മണമാണ്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ക്രഷ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ലൊരു കളറായിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് കോരിയെടുക്കാം. ഇഞ്ചിയൊക്കെ ഞാനിവിടെ കോരി ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കിയുള്ള എണ്ണയിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതും അതുപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഇവിടെ കളർ മാറി വന്നിട്ടുണ്ട്. അത് നമുക്ക് ആ ബോളിലോട്ട് തന്നെ ഒന്ന് കോരിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഞാൻ കോരി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അതും ഒന്ന് നല്ല കില ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ലൊരു മണമാണ്. നമ്മളിങ്ങനെ കറിവേപ്പിലയൊക്കെ വറുത്തൊന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റാണ്. കറിവേപ്പിലയൊക്കെ ഞാനിവിടെ ആ ബോളിൽ തന്നെ കോരിയെടുത്തിട്ടുണ്ട്.
പച്ചമുളകാണ്, ഒരു 3-4-5 പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പച്ചമുളകും കൂടി നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. പച്ചമുളക് ഞാനിവിടെ നന്നായി തന്നെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ അരിയൊക്കെ നമുക്ക് ഈ സ്പൂൺ വെച്ചൊന്ന് കോരി എടുക്കാം കേട്ടോ. കളയണ്ട, ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ലേ, നല്ല ഇതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാം ഞാനിവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള എണ്ണയിലോട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാമേ. ഒരു അരമണിക്കൂറോളം നമ്മുടെ മീൻ ഇരുന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ മീൻ അരപ്പൊക്കെ പുരട്ടി എടുത്തപ്പോൾ കുരുമുളക് ചേർക്കാൻ മറന്നുപോയി കേട്ടോ. നമുക്ക് ആവശ്യത്തിന് കുരുമുളകും കൂടി ചേർത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. നമ്മുടെ മീനിൻ്റെ ഒരു സൈഡൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി തന്നെ നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. ഒരുപാടൊന്നും ഡ്രൈ ആവണ്ട, ഏകദേശം ഞാനൊരു 3/4 ഭാഗമൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ബൗളിലോട്ട് കോരി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ മീനുണ്ടായിരുന്നേ, അതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ച്, ആവശ്യത്തിന് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുകൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് കാശ്മീരി ചില്ലി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒരു 2.5 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് കടുകും ഉലുവയും കൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വിനാഗിരും മുളകും കൂടി കലക്കി എടുത്തതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനിതിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഗ്രേവിയിൽ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഗ്രേവിയിലോട്ടൊന്ന് പിടിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു മണമാണ്. ഇതൊക്കെ നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ഇത്രയും മതി, അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ചേർത്തെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി എല്ലാം നല്ല കണക്കിന് തന്നെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഫിഷ് പിക്കിളാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മീൻ അച്ചാറാണ്. അടിപൊളിയായിട്ട് തന്നെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.